ഡുംറാവ്, ബക്സർ ജില്ല, ബീഹാർ. എനിക്ക് അമ്മയെ ഒന്ന് അത്ഭുതപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശരിക്കും വീട്ടിലെത്തുന്ന ദിവസം കഴിഞ്ഞുള്ള തീയതിയാണ് പറഞ്ഞത്. ഡൽഹിയിൽ നിന്നുള്ള 14 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞാൻ ഡുംറാവ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ കുട്ടിക്കാലത്തെ പരിചിതമായ ഗന്ധങ്ങൾ കുതിച്ചെത്തി. ജനിച്ചു വളർന്ന ഈ പട്ടണത്തിൽ എടുത്തു പറയാവുന്ന യാതൊന്നുമില്ല. ഇത്തിരി പോന്ന ഒരു സ്ഥലം. ഏത് ഭാഗത്തേക്ക് നടന്നാലും കഷ്ടിച്ച് 3 കിലോമീറ്റർ ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും പഴയ നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ സ്വല്പം പ്രസക്തി അവകാശപ്പെടാം. അക്കാര്യത്തിൽ എൻ്റെ കുടുംബത്തിന് ഒരു കൈയുണ്ട്. പക്ഷേ പൂർവികർ 10 തലമുറ മുൻപ് ചെയ്ത വലിയ കാര്യങ്ങളെ ചൊല്ലി ഇന്നെനിക്ക് അഭിമാനം കൊള്ളാമോ? അറിയില്ല. ബക്സർ ജില്ലയിൽപ്പെട്ടതാണ് ഡുംറാവ്. ഗംഗാ തീരത്തുള്ള ബക്സർ പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 16 കിലോമീറ്റർ അകലെ. ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിട്ടില്ലെങ്കിൽ 1764 നടന്ന ബക്സറിലെ മഹായുദ്ധത്തെക്കുറിച്ച് നിങ്ങളും കേട്ടു കാണും. സത്യം പറഞ്ഞാൽ ബക്സറിലെ നാണം കെട്ട യുദ്ധം എന്ന് അതിന് പേര് മാറ്റേണ്ടതാണ്. 3 ഇന്ത്യൻ ഭരണാധികാരികൾ ഒത്തുചേർന്നായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നേരിടാനുള്ള ആ യുദ്ധം നയിച്ചത്. ബംഗാളിലെ നവാബായ മിർ കാസിം, അവധിലെ നവാബ് ഷുജാ ഉദ് ദൗള, പിന്നെ മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമനും. ഇന്ത്യൻ പക്ഷത്ത് 40,000 സൈനികരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ 10,000 പോലും തികച്ചില്ല. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്ന് ഊഹിക്കാമോ? ബ്രിട്ടീഷുകാർ നമ്മളെ തകർത്ത് കളഞ്ഞു. അതെങ്ങനെയെന്നോ? 3 ഇന്ത്യൻ ഭരണാധികാരികളും പരസ്പരം പോരടിക്കാൻ തുടങ്ങി. അവർ ഓരോരുത്തരും സ്വന്തം കാര്യം നേടാനായി ബ്രിട്ടീഷുകാരുമായി രഹസ്യമായി ഒത്തുകളിച്ച് പരസ്പരം പാരവച്ചു. ഒറ്റ ദിവസം കൊണ്ട് വെള്ളക്കാർ യുദ്ധം ജയിച്ചു. ഇന്ത്യയുടെ വലിയൊരു ഭാഗം സ്വന്തമാക്കുകയും ചെയ്തു. ഇത്രയും കാലമായിട്ടും അതിൽ നിന്ന് ഇന്ത്യക്കാർ വലിയ പാഠമൊന്നും പഠിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നമ്മൾ കഴിയുന്നത് പരസ്പരം പോരടിച്ചു തന്നെ. നാടാകെ കുട്ടിച്ചോറാകുമ്പോൾ എല്ലാവരുടെയും ശ്രമം തന്നെത്താൻ വല്ലതും തരപ്പെടുത്താൻ മാത്രം. ഇപ്പോൾ ഇതൊക്കെ പറയാൻ ഒരു കാര്യമുണ്ട്. ഇതൊന്നും യാതൊരു പരസ്പര ബന്ധവുമില്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ ഓരോന്നോർത്തു നോക്കൂ. ബക്സർ യുദ്ധം നടന്നില്ല എന്ന് കരുതുക. അഥവാ അതിൻ്റെ അവസാനം ഇങ്ങനെയായിരുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് തന്നെ വേറൊരു രീതിയിലായേനെ. ബ്രിട്ടീഷ് ഹൈക്ലാസ്, ബാക്കിയുള്ളതൊക്കെ അലവലാതി എന്ന പോലുള്ള നാറുതരമൊന്നും അപ്പോൾ പിന്നെ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴുള്ളതുപോലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പോലും ഉണ്ടാവില്ല. ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് ബക്സറിലുണ്ടായിരുന്ന ആ കോമാളികൾ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ വെള്ളക്കാർ ഇന്ന് ഹിന്ദി പറഞ്ഞു നടന്നേനെ. സ്റ്റൈലിന് പറയുന്ന ഭാഷ ഭോജ്പൂരിയായി മാറിയേനെ. ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. രാജാവിൻ്റെ ഹവേലി. ഡ്രൈവർ വണ്ടി ഗിയറിലിട്ട് മുന്നോട്ട് നീങ്ങി. ഡുംറാവിൽ ഞങ്ങളുടെ വീട് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ ചാട്ടവും കുലുക്കവും നിറഞ്ഞ ഒരു പോക്ക് ഉണ്ടായിട്ടില്ല. പട്ടണത്തിരക്കിലൂടെ നീങ്ങുമ്പോൾ ഞങ്ങളെ പൊടി വന്നു മൂടി. ഈ റോഡിന് എന്തുപറ്റി? ഞാൻ ഡ്രൈവറോട് ചോദിച്ചു. റോഡോ? ഏതു റോഡ്? അയാൾ ഉറക്കെ ചിരിച്ചു. 20 മിനിറ്റിനു ശേഷം ഓട്ടോറിക്ഷ ഹവേലിയുടെ പ്രധാന കവാടത്തിന് മുന്നിലെത്തി. 15 വർഷം മുമ്പ് വരെ ഇവിടെ ഒരു കാവൽക്കാരനെ നിർത്തിയിരുന്നു. ഇപ്പോൾ 2 വശത്തും ഓരോ തൂണ് മാത്രമുണ്ട്. 3 തടിയൻ പെട്ടികളുമായി ഞാൻ മതിൽക്കെട്ടിനകത്തെ വിശാലമായ മുറ്റത്ത് നിന്നു. മുമ്പ് ഇത് മനോഹരമായ ഒരു പൂന്തോട്ടമായിരുന്നു. മുമ്പൊരിക്കൽ റിയ കയ്യിലെടുത്ത് നോക്കിയ എൻ്റെ ബാല്യകാല ഫോട്ടോ ഇവിടെ വെച്ചെടുത്തതാണ്. മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് കുറേ മുളകളും തുണിക്കെട്ടുകളും കൊണ്ട് വന്നിട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. 2 പണിക്കാർ ഒരു ഭാഗത്ത് ബീഡിയും പുകച്ച് ഇരിക്കുന്നുണ്ട്. എന്താ ഇതൊക്കെ? ഞാൻ അവരോട് ചോദിച്ചു. ഇവിടെ ഒരു പന്തൽ കെട്ടുകയാ, ഒരാൾ പറഞ്ഞു. ഞാൻ എത്തുമ്പോൾ അമ്മ വീട്ടിലില്ലായിരുന്നു. എൻ്റെ പഴയ മുറിയിലേക്ക് കയറി. നിലത്തു പാകിയ പഴഞ്ചൻ പലകകൾ മുമ്പത്തേക്കാളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ചുമരലമാരയുടെ കതകുകളൊക്കെ ഇറുകി പിടിച്ചു പോയിരുന്നു. ഞാൻ ജനാലകൾ തുറന്നിട്ടു.
5 വർഷമായി എൻ്റെ ചുവരിൽ പതിഞ്ഞുകിടക്കുന്ന ഷാക്കിൽ ഒലീനിൻ്റെയും മാജിക് ജോൺസണിൻ്റെയും പോസ്റ്ററുകളിൽ സൂര്യപ്രകാശം വന്നു പതിച്ചു. ആ ബാസ്കറ്റ്ബോൾ ചാമ്പ്യന്മാരിൽ കണ്ണും നട്ട് ഞാൻ കിടക്കയിൽ മലർന്നു കിടന്നു. നാഷണൽ ട്രയൽസിൽ സെലക്ഷൻ കിട്ടാൻ ഞാൻ ഒന്നുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതായിരുന്നോ? മനസ്സിലൊരു തോന്നൽ. കുറച്ചു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി. അമ്മേ, ഞാൻ ജനാലയിലൂടെ വിളിച്ചു കൂവി. ഹവേലിയുടെ ഗേറ്റ് കടന്ന് വരുന്നതിനിടയിൽ അമ്മ എന്നെ കണ്ട് ആഹ്ലാദത്തോടെ കൈവീശി. ഞാൻ താഴേക്ക് ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ഗേൾ ഫ്രണ്ട്സുകൾ വരും പോകും, എന്നാൽ അമ്മ ഒരിക്കലും ഇട്ടേച്ചു പോവില്ല. ഈശ്വരൻ്റെ കൃപ. നാളെ എന്നല്ലേ നീ പറഞ്ഞത്? അമ്മ ചോദിച്ചു. ഞങ്ങൾ സ്വീകരണ മുറിയിലെ ഒരു സോഫയിലിരുന്നു. കുറച്ചൊക്കെ കീറിപ്പറഞ്ഞതാണെങ്കിലും അതിന് അന്തസ്സിന് കുറവൊന്നുമില്ല. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് കൊള്ളാം. പക്ഷെ നീ ഞങ്ങൾ ഒരുക്കിയ സർപ്രൈസ് കളഞ്ഞു. അതെന്താ? സാവത്രി തായ് ചായയും മധുരമുള്ള ലിട്ടിയുമായി എത്തി. അമ്മയുടെ ഏറ്റവും പഴക്കം ചെന്ന പരിചാരികമാരിൽ ഒരാളാണ്. നിന്റെ അരിയിട്ടുവാഴ്ചയാണ്. പുറത്ത് പന്തലൊരുക്കുന്നത് കണ്ടില്ലേ? എന്ത്? പകുതി കടിച്ച ലിട്ടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. പുണ്യ ദിവസമാണ്, ആഷാഢത്തിലെ കൃഷ്ണദിനം. എൻ്റെ അമ്മേ, ഈ നാടകമൊന്നും എനിക്ക് വയ്യ. ഇത് നാടകമൊന്നുമല്ല മോനെ, നമ്മുടെ പാരമ്പര്യമാണ്, അമ്മ വികാരം നിറഞ്ഞ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പെണ്ണുങ്ങളുടെ സ്ഥിരം നാടകത്തിൻ്റെ കൃത്യമായ തുടക്കം. ഈ ജനാധിപത്യത്തിൻ്റെ കാലത്ത് രാജാവായി വാഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കോമാളിയെപ്പോലെ തോന്നും. അമ്മ എഴുന്നേറ്റ് ഉന്മേഷത്തോടെ അകത്തേക്ക് നടന്നു. എനിക്ക് പുറം തിരിഞ്ഞായതുകൊണ്ട് മുഖം കാണാൻ വയ്യ. ഒരക്ഷരം മിണ്ടാതെയാണ് നിൽപ്പ്. അമ്മയുടെ ഏറ്റവും കടുത്ത ആയുധം. 5 അടി 8 ഇഞ്ച് ഉയരത്തിൽ തലയെടുപ്പോടെയുള്ള നിൽപ്പും ഉടവു തട്ടാത്ത സാരിയുമൊക്കെയായി അമ്മയെ കണ്ടാൽ ശരിക്കും രാജകീയ പ്രൗഢിയുണ്ട്. മുഷ്ടി ചുരുട്ടിപ്പിടിച്ചാണ് അമ്മ നിൽക്കുന്നത്. ഞാൻ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഈ പഴഞ്ചൻ ചടങ്ങുകളും കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ കോളേജിൽ വിടേണ്ടിയിരുന്നില്ല. എൻ്റെ നേരെ തിരിയാതെ തന്നെ അമ്മ പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഇത് തന്നെയാണ് ഞാനും ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ഊണുമേശ വലം വെച്ച് അമ്മയ്ക്ക് നേർക്കുനേരെ നിന്നു. നമുക്ക് ഒരു MLA ഇല്ലേ? എന്താ അയാളുടെ പേര്? അമ്മ കടുത്ത ഭാവത്തോടെ നിന്നു. അയാളുടെ പേര് പറയൂ അമ്മേ. ഓഝ. അയാളെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഓ, ഓർമ്മ വന്നു, ഓഝ. ഇതുപോലെ നമുക്ക് ബസ്കറിൽ ഒരു MP ഉണ്ട്, പട്നയിൽ മുഖ്യമന്ത്രിയും. ഗ്രാമത്തിലുള്ളവർക്ക് എപ്പോഴും നമ്മളോട് വലിയ കാര്യമാണ്. എന്താണ് അതിന് കാരണം എന്നറിയാമോ? അമ്മ ചോദിച്ചു. അവർ ഇപ്പോഴും പഠിപ്പും പരിഷ്കാരവുമില്ലാതെ കഴിയുന്നത് കൊണ്ടല്ലേ? അമ്മ എന്നെ കടുപ്പിച്ചൊന്ന് നോക്കി. നീയും ആ വർഗത്തെപ്പോലെ തന്നെ ആയിരിക്കുന്നു. ഏത് വർഗം? വല്ലാതെ പഠിപ്പു തലയിൽ കയറ്റിയ പട്ടണത്തിലെ മസൂദുകൾ. നാട്ടിൻ പുറത്തുകാരെ മനസ്സിലാക്കാൻ വിഷമം വരുമ്പോൾ അവരെ ആ വിഡ്ഢികൾ, പഠിപ്പില്ലാത്തവർ, പരിഷ്കാരമില്ലാത്തവർ എന്നൊക്കെ വിളിക്കും. ഞാൻ തല താഴ്ത്തിയിരുന്ന് അമ്മയുടെ ആ ശകാരം കേട്ടിരുന്നു. റാണി സാഹിബയ്ക്ക് വല്ലപ്പോഴുമേ ഇങ്ങനെ ശുണ്ഠി കയറൂ. അത് നിസാരമായി തള്ളാൻ പറ്റില്ല. ആട്ടെ, അവരെന്തിനാ ഇപ്പോൾ എന്നെ കിരീടധാരണം ചെയ്യണം എന്ന് പറയുന്നത്? ഡുംറാവിൽ വേറെ വിനോദങ്ങളൊന്നും സംഭവിക്കുന്നില്ലേ? അവരങ്ങനെ ആഗ്രഹിക്കുന്നത് സർക്കാർ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അമ്മയുടെ നേരെ നീട്ടി. അമ്മേ, ഞാൻ കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുകയാണ്. വന്നു കയറി 1 മണിക്കൂർ ആവുമ്പോഴേക്കും ഇങ്ങനെ എന്നോട് ചാടിക്കളിക്കാതിരുന്നുകൂടെ? നിന്റെ പറച്ചിലും പ്രവൃത്തിയും അങ്ങനെയല്ലേ? ഇതേ പറ്റൂ. ഓക്കെ, സോറി അമ്മേ. അമ്മ മയപ്പെട്ടു. ഞങ്ങൾ വീണ്ടും സോഫയിലിരുന്നു. ഞാൻ 4 ലിട്ടി കൂടി പ്ലേറ്റിലെടുത്തു. രാത്രി അത്താഴം കഴിക്കാനുള്ളതാ, ഇത് തിന്നു വയറു നിറയ്ക്കേണ്ട, അമ്മ പറഞ്ഞു. സോറി. ഞാൻ പ്ലേറ്റ് മേശപ്പുറത്ത് തിരിച്ചു വച്ചു. ആ, എന്തായാലും ചടങ്ങ് 2 മണിക്കൂർ നേരത്തേക്കേ ഉള്ളൂ. രാജ്യാഭിഷേക പൂജയും പിന്നെ സദ്യയും. അതിലെന്താ ഇത്ര പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. മുറിയിലെ ഫാനിൻ്റെ കറക്കം നിലച്ചു. സെക്കൻഡുകൾക്കകം ഞങ്ങളുടെ നെറ്റിയിൽ വിയർപ്പ് ഉരുണ്ടുകൂടി. ഏതാനും നിമിഷങ്ങൾക്കകം കൊതുകുകൾ ചുറ്റും പറക്കാനും തുടങ്ങി. എന്തുപറ്റി? ലോഡ് ഷെഡിങ്. നീ പോയി നിന്റെ ജനാധിപത്യ സർക്കാരിന് നന്ദി പറഞ്ഞോ? അമ്മ പറഞ്ഞു. പണ്ഡിറ്റ്ജി ഇനി എത്ര നേരം കൂടി ഉണ്ടാവും? ഞാൻ ചോദിച്ചു.
നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2ആയി. പുറം വേദനിച്ചിട്ട് വയ്യ. കല്യാണ ചടങ്ങുകൾ ഇതിലും വേഗം തീർന്നു കിട്ടും. എൻ്റെ ഭരണം ശാന്തി നിറഞ്ഞതും വിജയകരവുമായി ഭവിക്കാനായ ഗ്രാമപുരോഹിതൻ വിശുദ്ധമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ടുംബ്രാവിൽ നിന്നും സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുമായി 200ഓളം പേർ ചടങ്ങിൽ പങ്കുകൊള്ളാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ചുവന്ന പ്ലാസ്റ്റിക് കസേരകളിൽ ഇരിപ്പാണ്. വലിയ പെഡസ്റ്റൽ ഫാനുകൾ ചൂട് കാറ്റ് വിതറി. അതിഥികൾക്കിടയിൽ ചില പ്രധാനികളെ ഞാൻ തിരിച്ചറിഞ്ഞു. MLA ആയ വിജയ് ഓഞ്ച മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ട്. 40-ലേറെ കൊല്ലമായി ആ നാട്ടിലെ രാഷ്ട്രീയ രംഗത്തുള്ള അറുപതുകാരൻ. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തായി ജില്ലാ കളക്ടറും പോലീസ് ഇൻസ്പെക്ടറും ഇരിക്കുന്നു. അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആ പ്രദേശത്തുള്ള പത്രലേഖകരും ഫോട്ടോഗ്രാഫർമാരും. അവസാനം രാജകിരീടം അമ്മ പണ്ഡിറ്റ്ജിക്ക് കൈമാറി. അകത്തെ സേഫ് തുറന്നെടുത്ത് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ കൈവശം ബാക്കി വന്നിട്ടുള്ള വിലപിടിപ്പുള്ള അപൂർവം വസ്തുക്കളിലൊന്ന്. പണ്ഡിറ്റ്ജി 2 കിലോ ഭാരം വരുന്ന കിരീടം എൻ്റെ തലയിൽ എടുത്തു വച്ചു. എല്ലാവരും കൈയടിച്ചു. അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ പരസ്യമായി വാത്സല്യ പ്രകടനം നടത്തിയപ്പോൾ എനിക്ക് ജാള്യത തോന്നി. എന്താ ഇപ്പോൾ സന്തോഷമായില്ലേ? ഞാൻ അമ്മയുടെ കാതിൽ മന്ത്രിച്ചു. എൻ്റെ പൊന്നു രാജകുമാര. അമ്മയുടെ പിടുത്തം ഒന്നുകൂടി മുറുകി. വെൽവെറ്റ് കൊണ്ടുള്ള ബന്ദ് കല സൂട്ടിൽ ഞാൻ വിയർത്തൊലിക്കുകയായിരുന്നു. പാവം രാജകുമാരൻ ഈ കൊടും ചൂടിൽ ഉരുകിയൊലിക്കാൻ തുടങ്ങി. വേഷം മാറാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങി. ഫോട്ടോഗ്രാഫർമാർ എന്നെ പടമെടുക്കാനായി പോസ് ചെയ്യിച്ചു. പത്രക്കാരുടെ പടമെടുപ്പിനിടയിൽ തന്നെ അമ്മ എന്നെ അതിഥികൾക്ക് പരിചയപ്പെടുത്തി. രാജ്കുമാർ സാഹിബ് മുബാറക്. 20കളിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. അമ്മ ആളെ പരിചയപ്പെടുത്തി. അക്തർ ഹുസൈൻ. സ്കൂളിലെ 2 അധ്യാപകരിൽ ഒരാളാണ്. എന്നെ മാധവ് എന്ന് വിളിച്ചാൽ മതി, ഞാൻ അക്തറിനോട് പറഞ്ഞു. അത് അയാളെ തെല്ലൊന്ന് സംഭ്രമിപ്പിച്ചതുപോലെ തോന്നി. ഇതാണ് നമ്മുടെ സ്കൂളിലെ മറ്റൊരു അധ്യാപകൻ, തേജ്ലാൽ. അമ്മ പരിചയപ്പെടുത്തി. ഇത് താരാ ചന്ദ്ജി, സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. 50 കടന്ന അവർ 2 പേരെയും ഞാൻ കൈകൂപ്പി തൊഴുതു. ഞാനും വൈകാതെ സ്കൂളിൽ ജോലിക്ക് ചേരും, ഞാൻ പറഞ്ഞു. സ്കൂളിൽ ജോലി ചെയ്യുന്നവരെല്ലാം ആശ്ചര്യത്തോടെ അമ്മയെ നോക്കി. ഡൽഹിയിലെ ഏതോ വലിയ കോളേജിലല്ലേ അങ്ങ് പഠിച്ചത്? അക്തർ ചോദിച്ചു. അതുകൊണ്ട്? അപ്പോൾ പിന്നെ എവിടെ വേണമെങ്കിലും നല്ല ജോലി തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നല്ല ജോലി അല്ല എന്നാണോ? ഞാൻ ചോദിച്ചു. എല്ലാവരും ചിരിച്ചു. MLA ഓഞ്ച ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. 2 അറ്റത്തും സ്വല്പം ഉയർന്നു നിൽക്കുന്ന കട്ടിമീശ. റാണി സാഹിബ, അഭിനന്ദനങ്ങൾ. ഓഞ്ചാജി, ചടങ്ങിനെത്തിയതിന് വളരെ നന്ദി, അമ്മ പറഞ്ഞു. യാത്രാനുമതി തേടിക്കൊണ്ട് അദ്ദേഹം അമ്മയുടെ നേരെ കൈകൂപ്പി. അയ്യോ, സദ്യയുണ്ണാതെ പോവുകയാണോ? ബക്സറിൽ 2 ചടങ്ങിനു കൂടി പോകാനുണ്ട്. ഞാൻ പൊക്കോട്ടെ, കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അമ്മ എന്നെ നോക്കി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തണം എന്നാണതിൻ്റെ അർത്ഥം. ഓഞ്ചാജി, സ്വല്പം നിൽക്കൂ, നമുക്കൊന്നിച്ചു കഴിക്കാം, ഞാൻ പറഞ്ഞു. വേണ്ട രാജ്കുമാർജി, അതുമല്ല, അങ്ങയുടെ പരിപാടി ഇപ്പോഴൊന്നും തീരില്ല. കണ്ടില്ലേ, ആളുകൾ വരിവരിയായി നിന്നു തുടങ്ങി. ഞാൻ തലതിരിഞ്ഞു നോക്കി. 50ഓളം ഗ്രാമീണർ വരിവരിയായി കാത്തു നിൽക്കുകയാണ് എൻ്റെ ആശീർവാദം വാങ്ങാൻ. ചില കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്നു. അവർക്ക് എൻ്റെ അരയിൽ തൂക്കിയിട്ട വാളിൽ ഒന്ന് തൊട്ടു നോക്കണം. ഇങ്ങനെ കോമാളി വേഷവും കെട്ടി നിന്നാൽ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുമോ? ഈ വോട്ടർമാർ അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ പാവം നേതാക്കളെയും സ്നേഹിച്ചാൽ നന്നായിരുന്നു, ഓഞ്ച നടക്കുന്നതിനിടയിൽ പറഞ്ഞു. ഗ്രാമീണർ ഓരോരുത്തരെയായി ഞാൻ ആശീർവദിച്ചു. അമ്മേ, ഇതു ശരിക്കുള്ള രാജകുമാരനാണോ? കഥയിലൊക്കെ ഉള്ളതുപോലെ ഒരു കൊച്ചു പെൺകുട്ടി ചോദിക്കുന്നത് കേട്ടു. പിന്നല്ലാതെ, അടുത്തുനിന്ന അവളുടെ കൂട്ടുകാരിയാണ് മറുപടി പറഞ്ഞത്. എന്നാൽ എവിടെ മൂപ്പരുടെ രാജകുമാരി? പെൺകുട്ടിയുടെ ചോദ്യം. ഞാൻ ചെറുതായൊന്ന് ചിരിച്ചു. ഈ രാജകുമാരൻ്റെ രാജകുമാരി ഏതോ ദൂരദേശത്തേക്ക് കടന്നിരിക്കുന്നു. അമ്മേ, നാളെ സ്കൂളിൽ എത്ര മണിക്കാണ് പോവേണ്ടത്? ഞാൻ ചോദിച്ചു. രാവിലെ 7 മണിക്ക്. ആ, ജോലിയുടെ കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം. ഇന്നത്തെ ദിവസം രാജാവായി തെളിഞ്ഞു നടന്ന് ആഘോഷിച്ചോ. വേറൊരാൾ ഉള്ളിൽ കയറി ഭരണം നടത്തുമ്പോൾ ഭരണാധികാരിയുടെ വേഷം കെട്ടാൻ ഒരു രസവുമില്ല.
ഡുംറാവ് റോയൽ സ്കൂളിലേക്ക് ഞങ്ങളുടെ ഹവേലിയിൽ നിന്ന് 20 മിനിറ്റ് നടക്കാനുണ്ട്. രാവിലെ 6:30 തന്നെ ഞാൻ അമ്മയുടെ കൂടെ പാടത്തുകൂടി നടന്നു. സ്കൂളിൽ 3 ഷിഫ്റ്റാണ്. ഓരോ ഷിഫ്റ്റിലും 200-ലേറെ കുട്ടികളുമുണ്ട്. അമ്മ പറഞ്ഞു. 7 തൊട്ട് 10:30 വരെ, 10:30 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ, പിന്നെ 2 തൊട്ട് 5:30 വരെ. കറുപ്പും ചാരവും ഇടകലർന്ന സ്കൂൾ കെട്ടിടം കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ പഴഞ്ചനായതുപോലെ തോന്നി. എന്താ ഇതിങ്ങനെ കറുത്തിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. 5 വർഷമായി പെയിന്റ് ചെയ്തിട്ട് ഓരോ വർഷവും മഴ പെയ്യുമ്പോൾ ചുമരിലെ തേപ്പ് കുറോശെ അടർന്നു പോരുകയും ചെയ്യും. സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ എങ്ങനെയാണാവോ ആ ഇഷ്ടിക നിറം അത്ര കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നത്? ആദ്യത്തെ ഷിഫ്റ്റിലേക്കുള്ള കുട്ടികൾ എത്തിക്കഴിഞ്ഞു. അവർ പുറത്തുള്ള തുറസായ സ്ഥലത്ത് കളിച്ചു തകർക്കുകയാണ്. 2 ക്ലാസ് റൂമുകളും ഒരു സ്റ്റാഫ് റൂമും ആണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. സ്റ്റാഫ് റൂമിൽ ഒരു നീളൻ മേശയുണ്ട്. ചുറ്റും അനേകം കസേരകളും. ഇടയ്ക്കുള്ള ഇടവേളകളിൽ അധ്യാപകർ അവിടെ ഇരുന്ന് വിശ്രമിക്കും, നോട്ടുകൾ പരിശോധിക്കും. എന്താ ഇതിനകത്ത് ഇത്ര ഇരുട്ട്? ഞാൻ ചോദിച്ചു. കറണ്ട് വരാൻ 8 മണിയെങ്കിലും ആവും, അമ്മ പറഞ്ഞു. നീളൻ മേശയിൽ ഫയലുകൾ അട്ടിയായി വെച്ചിട്ടുണ്ട്. 3 മൂലയിൽ പുസ്തകങ്ങളുമുണ്ട്. അക്തറും തേജും ഞാനും ഓരോ മൂലയിൽ ഇരിക്കും. ആ ഒഴിഞ്ഞ മൂല നിനക്കുള്ളതാണ്, അമ്മ. അമ്മ സ്വന്തം സ്ഥാനത്ത് ഇരുന്നു. എന്നിട്ട് മെഴുകുതിരി കത്തിച്ചു വെച്ച് ഒരു ഫയൽ തുറന്നു. ഈ ജനാലകൾക്ക് കുറച്ചുകൂടി വലിപ്പമാവാമായിരുന്നു, ഞാൻ പറഞ്ഞു. അമ്മ തലകുലുക്കി അത് ശരിവെച്ചു, മുഖമുയർത്താതെ. അക്തറും തേജും താരാചന്ദും 5 മിനിറ്റിനകം വന്നെത്തി. എന്നെ കണ്ടപ്പോൾ അവർ കൈകൂപ്പി. എന്നെ പുതുതായി ജോലിക്കെത്തിയ ആളായി കണ്ടാ മതി, ഞാൻ പറഞ്ഞു. അത്ഭുതഭാവത്തോടെ അക്തറും തേജും അവരുടെ ക്ലാസുകളിലേക്കുള്ള പുസ്തകങ്ങൾ കയ്യിലെടുത്തു. താരാചന്ദ് സ്റ്റാഫ് റൂമിന് പുറത്തേക്കിറങ്ങി ഇടനാഴിയിൽ സ്ഥാപിച്ച ഓട്ടുപടി അടിച്ചു. അധ്യാപകർ ക്ലാസുകളിലേക്ക് നീങ്ങി. താരാചന്ദ് തിരികെ വന്ന് അമ്മയോട് സംസാരിച്ചു. SMDC ആരെയും അയച്ചിട്ടില്ല. അയ്യോ, അമ്മ പറഞ്ഞു. ഉറപ്പു പറഞ്ഞതാണല്ലോ ആ ഓഫീസർ. എനിക്ക് വാക്കു തന്നതാണ് താരാജി. ഞാൻ അയാളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു നോക്കി റാണി സാഹിബ. പരമാവധി ശ്രമിച്ചു എന്നാണ് അയാൾ പറയുന്നത്. ഇനിയും പണം അനുവദിക്കുന്ന കാര്യം പുറത്തു ബോധിപ്പിക്കാൻ വിഷമമാണത്രേ. നമുക്ക് ആകെ വേണ്ടത് ഒരു ടോയ്ലറ്റാണ്. 700 കുട്ടികൾക്ക് വേണ്ടി ഒരൊറ്റ ടോയ്ലറ്റ് പണിയേണ്ടതിൻ്റെ ആവശ്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ അത്രയ്ക്കൊക്കെ വിഷമമുണ്ടോ? അമ്മ ചോദിച്ചു. ഈ പ്രദേശത്തെ മിക്ക സ്കൂളുകളും ടോയ്ലറ്റ് ഒന്നുമില്ലാതെ കഴിച്ചുകൂട്ടുന്നുണ്ടല്ലോ എന്നാണ് അയാൾ പറയുന്നത്. ഈ റാണി സാഹിബയ്ക്ക് മാത്രം എന്താ ഇതിലിത്ര വെപ്രാളമെന്ന്? എന്നാൽ പിന്നെ ഒരു ഹാഫ് ടോയ്ലറ്റ് തരാൻ പറയൂ. പെൺകുട്ടികൾക്ക് മാത്രം ഒരു ടോയ്ലറ്റ് അനുവദിച്ചു തരാൻ പറയൂ. ഒരു ഗേൾസ് ടോയ്ലറ്റ്, താരാജി. റാണി സാഹിബ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞു നോക്കാഞ്ഞിട്ടാണോ? വേറെ പല കാര്യങ്ങൾക്കും വേണ്ടേ നമുക്ക് പണം? മേൽത്തട്ടിൽ സിമന്റ് തേക്കണം, കൂടുതൽ മുറികൾ ഉണ്ടാക്കണം, കെട്ടിടം വെള്ള പൂശുകയും വേണം. SMDC പറയുന്നത് അവരുടെ പക്കൽ ഒറ്റ കാശ് പോലുമില്ല എന്നാണ്. പുറത്തെ ഇടനാഴിയിൽ നിന്ന് കലപില ശബ്ദം കേട്ടു. കുട്ടികൾ വന്നു കൂടിയിരിക്കുന്നു. എല്ലാവരെയും പിടിച്ചിരുത്തു, അമ്മ പറഞ്ഞു. കുട്ടിപ്പടയെ കൈകാര്യം ചെയ്യാനായി താരാചന്ദ് പുറത്തേക്കിറങ്ങി. എല്ലാവരും ഇടനാഴിയിലൂടെ അറ്റത്തായി അടങ്ങിയിരുന്നു. അവരുടെ നോട്ടം ചെന്നു മുട്ടിയത് കറുപ്പ് പൂശിയ ഒരു ചുമരിലാണ്. നെറ്റി കയ്യിൽ താങ്ങിയാണ് അമ്മയുടെ ഇരിപ്പ്. എന്താ അമ്മേ വിഷമം? ഞാൻ ചോദിച്ചു. സാരമില്ല എന്ന മട്ടിൽ അമ്മ തലയാട്ടി. എന്താ ഈ SMDC? സ്കൂൾ മോണിറ്ററിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി. ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്കൂളുകളുടെ സഹായത്തിനുള്ള സർക്കാർ സ്ഥാപനമാണ്. അവർ വരും, എല്ലാം നോക്കിക്കാണും, സ്ഥലം വിടുകയും ചെയ്യും. ആരും ഒരു സഹായവും ചെയ്യാറില്ല. ലൈറ്റുകൾ തെളിഞ്ഞു. തലയ്ക്ക് മുകളിലെ ഫാൻ ഞരങ്ങാൻ തുടങ്ങി. വിയർത്തൊലിക്കുന്ന തൊലിക്ക് ആശ്വാസമായി തണുത്ത കാറ്റ്. അമ്മ ഫാന്റെ കാറ്റ് ആസ്വദിച്ചുകൊണ്ട് കസേരയിൽ ചാഞ്ഞിരുന്ന് കണ്ണടച്ചു. എന്തിനാ ഈ കുട്ടികളെ ഇടനാഴിയിൽ ഇരുത്തിയിരിക്കുന്നത്? ഞാൻ അമ്മയെ ചിന്തയിൽ നിന്നുണർത്തി. ആ അതോ, ഇതാണ് 1-ാം ക്ലാസ്, അമ്മ പറഞ്ഞു. രാവിലത്തെ ഷിഫ്റ്റിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയാണ്. 2, 3, 4 ക്ലാസ്സുകാർ ഉള്ള മുറിയിൽ ഇരിക്കും. 1-ാം ക്ലാസ്സുകാരെ ഇരുത്തുന്നത് ഇടനാഴിയിലാണ്. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് നോക്കി. കുട്ടികൾ അമ്മയെയും കാത്ത് വെറും നിലത്തിരിക്കുകയാണ്. കുട്ടികളെ ചേർപ്പിക്കാൻ നീയും സഹായിക്കണം.
ഗ്രാമത്തിലുള്ളവർക്ക് കുട്ടികളെ സ്കൂളിൽ വിടാൻ വലിയ മടിയാണ്. അമ്മ പറഞ്ഞു. എനിക്ക് പഠിപ്പിക്കുകയും വേണം അമ്മേ. വേറെ ജോലികൾ ധാരാളമുണ്ട്. താരാചന്ദ്ജി ഓഫീസിൽ ജോലികളൊന്നും ചെയ്യുന്നത് ശരിയാവുന്നില്ല. കേട്ടിട്ട് മഹാബോറായി തോന്നുന്നു. പക്ഷേ അത് വളരെ പ്രധാനമാണ്. ഫയലുകളൊക്കെ ശരിക്ക് സൂക്ഷിക്കാനും അധികാരികളോട് തരത്തിന് സംസാരിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ഒരാൾ ഇവിടെ വേണം. അതിനൊന്നും എനിക്ക് വയ്യ. ഞാൻ ദീർഘശ്വാസത്തോടെ തലകുലുക്കി സമ്മതിച്ചു. ഈ സ്കൂളിനെ പോലെ തന്നെ അമ്മയ്ക്കും പ്രായത്തിൻ്റെ തളർച്ച തുടങ്ങിയിരിക്കുന്നു. അമ്മേ, കുറച്ചൊക്കെ അറ്റകുറ്റപ്പണി നമ്മുടെ ചെലവിൽ തന്നെ നടത്തിക്കൂടെ? അമ്മ എന്നെ നോക്കി. എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ആ നോട്ടത്തിൽ നിന്ന് വായിച്ചെടുക്കാം. എന്നെക്കൊണ്ട് ആവുന്നതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹവേലിയുടെ അറ്റകുറ്റപ്പണിക്ക് തന്നെ കാശു തികയുന്നില്ല. ഇത്രയും കാലം നീ ഡൽഹിയിൽ പഠിക്കുന്നതിൻ്റെ ചെലവും എൻ്റെ തലയിലുണ്ടായിരുന്നു. അത്രയും കാശൊന്നും ഇപ്പോൾ കയ്യിലില്ല. എനിക്ക് കുറ്റബോധം തോന്നി. HSBC ബാങ്കിൻ്റെ ആ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് അതൊരു സഹായമായേനെ. മാസം തോറും ഒരു ചെക്ക് അയച്ചു കൊടുക്കാനെങ്കിലും പറ്റുമല്ലോ. എന്നാലും എല്ലാം ഒപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വെറുതെ മനസ്സ് വിഷമിക്കണ്ട. നീ ഇവിടെ എത്തിയല്ലോ, എനിക്കത് മതി. എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്നവണ്ണം അമ്മ പറഞ്ഞു. എങ്ങനെ ഒപ്പിച്ചു പോകുന്നുവെന്നാ ഞാൻ ചോദിച്ചു. ഞാൻ ശമ്പളമൊന്നും എടുക്കാറില്ല. ഇവിടെയുള്ളവരുടെ ശമ്പളം ഞാൻ കൊടുക്കും. ഇടയ്ക്ക് വല്ല കേടുപാടും വന്നാൽ അത് നേരെയാക്കാനുള്ള ചെലവും ഞാൻ വഹിക്കും. അതിനും അപ്പുറത്തുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ്. സർക്കാർ നമ്മളെ സഹായിക്കണം എന്നാണ് വെയ്പ്പ്. അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഫീസ് വഴിക്ക് കിട്ടുന്ന തുകയാണോ? അത് കാര്യമായൊന്നും ഇല്ല. മാസം 5 രൂപയാണ് ഫീസ്. അതുപോലും മിക്ക കുട്ടികളും സമയത്ത് തരില്ല. ഫീസ് പിരിച്ചു കിട്ടുന്ന കാശ് കഷ്ടിച്ച് കരണ്ട് ബില്ലടയ്ക്കാൻ തികഞ്ഞാൽ ഭാഗ്യം. ഇടനാഴിയിലെ ബഹളം ഉയർന്നു. വർത്തമാനവും ചിരിയും അലർച്ചകളും എല്ലാം കൂടിക്കലർന്ന കോലാഹലത്തിൽ ഞങ്ങളുടെ സംസാരം മുങ്ങിപ്പോയി. കണ്ടില്ലേ, തനി കുരങ്ങന്മാരാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. 70 കുട്ടികൾ തന്നെത്താൻ ഇരിക്കുന്നതും ഒരു ടീച്ചറുടെ കൂടെ ഇരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അപാരമാണ്. ക്ലാസ് സ്വിച്ചിട്ടതുപോലെ നിശബ്ദമായി. ഉച്ചയ്ക്ക് മുമ്പുള്ള ബാക്കി സമയമത്രയും ഞാൻ സ്കൂൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും മറിച്ചു നോക്കിയിരുന്നു. വെറും 4 പേരെയും വച്ച് 700 കുട്ടികളുള്ള ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോവുക നിസാര കാര്യമല്ല എന്നെനിക്ക് വേഗം ബോധ്യമായി. ശരി, ഇനി ഇംഗ്ലീഷിൽ എണ്ണാൻ തുടങ്ങിക്കോ. ഇടനാഴിയിൽ അമ്മ വിളിച്ചു പറഞ്ഞു. 1 2 3 കുട്ടികൾ ഏകസ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. ഈ കുഗ്രാമത്തിലെ കുട്ടികൾക്ക് ഈ പഠിക്കുന്ന ഇംഗ്ലീഷ് എണ്ണങ്ങൾ പ്രയോഗിക്കാൻ എന്നെങ്കിലും അവസരം വരുമോ? ഒരു പിടിയുമില്ല. എന്നാലും അവർ അങ്ങനെയിരുന്നു പഠിക്കുന്നത് കാണുമ്പോൾ ഒരു സുഖം തോന്നി. ഡൽഹിയിലെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നതിലും വലിയ സുഖം. റിയയുടെ വീട്ടിൽ നടന്ന ആഡംബര പാർട്ടിയേക്കാൾ വലിയ സുഖം. ഇനി മുതൽ ഈ ചെറിയ കുട്ടികളാണ് എൻ്റെ ജീവിതം, ഞാൻ സ്വയം പറഞ്ഞു. 6 മാസം കഴിഞ്ഞ്. സർപഞ്ചി, അങ്ങ് വാക്കു തന്നതല്ലേ? വിശറിയെടുത്ത് വീശിക്കൊണ്ട് ഞാൻ പറഞ്ഞു. 3ാമത്തെ തവണയാണ് ഗ്രാമത്തലവനെ വീട്ടിൽ ചെന്ന് കാണുന്നത്. ഗ്രാമത്തിലെ ഓരോ കുട്ടിയും സ്കൂളിൽ പഠിക്കാനെത്തും എന്ന് ആംവ ഗ്രാമത്തിൻ്റെ തലവനായ സർപഞ്ച് ഗോപി ഉറപ്പ് പറഞ്ഞിരുന്നതാണ്. ഗ്രാമത്തലവൻ്റെ ഭാര്യ 2 ഗ്ലാസ്സിൽ ഇളം ചൂടുള്ള സട്ട് കൊണ്ടുവന്നു. വറുത്തുപൊടിച്ച കടലപ്പരിപ്പും മറ്റും വെള്ളത്തിൽ കലക്കി ഉണ്ടാക്കുന്ന ബീഹാറി പാനീയം. കുറച്ചുകൂടി ചൂടാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു. മധുരവും കൂടുതലാണ്. എന്നാലും ഞാൻ അത് കുടിച്ചു. 60കാരനായ സർപഞ്ച് വസ്ത്രത്തോട് ചേരുന്ന ചാരനിറം കലർന്ന വെള്ള തലപ്പാവും ധരിച്ചാണ് ഇരിപ്പ്. എല്ലാവരും സ്കൂളിൽ ചേർന്നു എന്നാണല്ലോ ഞാൻ കരുതിയത്. ഞങ്ങൾ 8 പേരെ അയച്ചതാണ്, അദ്ദേഹം പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വരവ് നിർത്തി. ഞാൻ എന്തു ചെയ്യാനാ രാജ്കുമാർ സാഹിബ്? എന്നാലാവുന്നത് ചെയ്തു. ശരിക്കും താല്പര്യം കാട്ടണം എന്ന് അങ്ങ് അവരെ പറഞ്ഞു ബോധ്യമാക്കണം. ചന്തയിൽ പോകുന്നത് പോലെയല്ല സ്കൂളിൽ പോകുന്നത്. നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വർഷങ്ങൾ പരിശ്രമിക്കണം. എന്നിട്ട് അതുകൊണ്ട് അവർ എന്തു ചെയ്യാനാണ്? എന്നുവച്ചാൽ പഠിപ്പിന് യാതൊരു വിലയുമില്ല എന്നു തന്നെ പറയാം. പിന്നെ എന്താണ് പ്രശ്നം? ഗോപി എന്നെ ഒന്ന് നോക്കി. പിന്നെ പൈജാമയുടെ കീശയിൽ നിന്ന് ഒരു ബീഡി എടുത്ത് കത്തിച്ചു.
പ്രശ്നം സമയമാണ്. ആ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് കൂടുതൽ ഇഷ്ടം അവർ പാടത്തെ പണിക്ക് സഹായിക്കാൻ ചെല്ലുന്നതാണ്. എന്നിട്ട് വലുതാകുമ്പോൾ കുട്ടികൾ എന്തു ചെയ്യും? വലുതാവണമെങ്കിൽ ആദ്യം വയറ്റിലേക്ക് വല്ലതും ചെല്ലണ്ടേ? അതിന് അവർ പാടത്ത് പണിയെടുത്തേ പറ്റൂ. ഞാൻ നിശബ്ദനായി. ഈ നാട്ടിൻ പുറത്തുകാരോട് തർക്കിച്ചു നിൽക്കാൻ വിഷമമാണ്. പറയുന്നത് കേട്ടിരിക്കുകയല്ലാതെ നിവർത്തിയില്ല. സർപ്പഞ്ച് ബീഡി ആഞ്ഞൊന്നു വലിച്ചു. അങ്ങ് വലിയ നഗരത്തിൽ പോയി പഠിച്ച ആളാണോ? അദ്ദേഹം ചോദിച്ചു. അതെ. എന്താ ചോദിച്ചത്? വലിയ നഗരത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗ്രാമക്കാരെക്കുറിച്ച് ഒന്നും അറിയാതെ ഞങ്ങൾക്കുള്ള പരിഹാരം മുഴുവൻ കയ്യിൽ വെച്ചു നടക്കും. ഞാൻ ഇവിടുത്തുകാരനാണ് സർപ്പഞ്ചി, അറിയാമല്ലോ. അറിയാം രാജ്കുമാർജി. പക്ഷേ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ABCDയും 1 2 3യും കൊണ്ട് ഈ പാവം കൃഷിക്കാരുടെ കുട്ടികൾ എന്തു ചെയ്യാനാണ്? എന്നുവച്ചാൽ ഒരു കൃഷിക്കാരൻ കൊച്ചുകുട്ടിയെ സ്കൂളിൽ വിടുന്നു എന്ന് കരുതുക. കേൾക്കുമ്പോൾ വലിയ കാര്യം തന്നെ. പക്ഷെ സ്കൂൾ എന്താണ് അവന് നൽകുന്നത്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമില്ലാതെ അവന് എന്തിനു കൊള്ളാം? നിങ്ങൾ അവനെ ഡുംബ്രാവിൽ നിന്ന് 8ാം ക്ലാസ്സുകാരനായി ജയിപ്പിച്ചെടുത്താൽ തന്നെ എന്താണ് അവൻ ചെയ്യുക? കൂടുതൽ മെച്ചപ്പെട്ട ജോലി വല്ലതും കിട്ടുമോ? പണം കൂടുതൽ കിട്ടുമോ? ഒന്നുമില്ല. ഒരു പ്രയോജനവുമില്ലാത്ത പഠിപ്പ്. ഇവിടെ ഇപ്പോൾ കുട്ടിക്ക് വീട്ടിൽ സഹായിക്കാനെങ്കിലും പറ്റും. പക്ഷെ എന്താവും അവൻ്റെ ഭാവി? ഞാൻ ചോദിച്ചു. സ്കൂൾ പഠിപ്പ് പോലെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെപ്പറ്റി എങ്ങനെയാണ് പറഞ്ഞു ബോധിപ്പിക്കുക? ഭാവിയൊന്നും അവനില്ല. അച്ഛനെ പോലെ അവനും പാടത്തിറങ്ങി പണി ചെയ്ത് കഴിഞ്ഞുകൂടാൻ നോക്കും. സ്കൂളൊക്കെ പണക്കാർക്കുള്ളതാണ്. ഞാൻ തലയും താഴ്ത്തിയിരുന്നു. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനൊന്നും പാവപ്പെട്ടവരെ പ്രേരിപ്പിക്കരുത് രാജ്കുമാർജി. നിങ്ങളുടെയൊക്കെ സ്കൂളുകൾ ജീവിതത്തിൽ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ അങ്ങോട്ട് വിടാറുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. കാര്യവിവരമില്ലാത്ത നാട്ടിൻപുറത്തെ മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. ഞാൻ ശരിവെക്കുന്ന ഭാവത്തിൽ തലകുലുക്കി. ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ സ്കൂളിൽ കൂടുതൽ കുട്ടികളെ ചേർക്കാതെ പറ്റില്ല. മറുവശത്താവട്ടെ ഇയാളുടെ യുക്തിയിൽ പിഴവൊന്നും കാണാനും പറ്റുന്നില്ല. ശരി, എന്തെങ്കിലും സഹായം എനിക്ക് പറ്റുമോ? പോകാൻ എണീറ്റുകൊണ്ട് ഞാൻ ചോദിച്ചു. ഗ്രാമത്തലവന്റെ പേരക്കുട്ടി എന്നെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അയാളുടെ പിന്നിൽ പതുങ്ങിക്കൂടി നിന്നു. ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ വല്ലതും ചെയ്തു തരൂ. ഗ്രാമത്തിലെ കുട്ടികൾ എന്നും 2 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതൊന്ന് ശരിയായി കിട്ടിയാൽ കുട്ടികളെ സ്കൂളിൽ വിടാം. രാഷ്ട്രീയക്കാരുടെ വീടുകളിൽ എപ്പോഴും കാത്തു നിൽക്കുന്ന ആളുകളുടെ തിരക്കായിരിക്കും. MLA ഓംചയുടെ വീടും ഓഫീസും ചേർന്ന ഇടം തിങ്ങി നിറഞ്ഞതുപോലെ തോന്നി. വരാന്തയിൽ പലതരം നിവേദനങ്ങളുമായി വരാന്തയിൽ കൂട്ടം കൂടിയിരിക്കുകയാണ് ഗ്രാമത്തിൽ നിന്നെത്തിയ ചെറു സംഘങ്ങൾ. MLAയുടെ സെക്രട്ടറി പങ്കജ് എൻ്റെ ഊഴം തെറ്റിച്ച് ആദ്യം കടത്തിവിടാൻ തയ്യാറായി. പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇല്ലാത്ത രാജവേഷം കാരണം കിട്ടുന്ന പ്രത്യേക പരിഗണനകളിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഗ്രാമീണർ നിശബ്ദരായി കാത്തുനിന്നു. ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷകളൊന്നുമില്ലാത്ത ആളുകളിൽ എന്തോ ഒന്നുണ്ട്. മുഖഭാവം കണ്ടാൽ തന്നെ അവരെ തിരിച്ചറിയാം. തിളക്കമറ്റ കണ്ണുകളാണ് പ്രധാനം. ആ കണ്ണുകളിൽ സങ്കടമല്ല, ഉപേക്ഷയാണ്. വന്നു കൂടുന്നതെന്തോ അതാണു ജീവിതം എന്ന് ഈ ഗ്രാമീണർ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാതെ അവർ രൂപപ്പെടുത്തിയെടുക്കുന്നതല്ല. പോരെങ്കിൽ ഇതു ഗ്രാമീണ ബീഹാർ അല്ലേ? പെട്ടെന്നൊരു ദിവസം കഠിനാധ്വാനം ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം എന്നൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല. ആരും അതിന് സമ്മതിക്കില്ല. എഴുത്തും വായനയും പഠിപ്പിക്കാൻ കുറെ പൊളിഞ്ഞു തൂങ്ങിയ സ്കൂളുകളുമുണ്ട്. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ അവ യാതൊരു സഹായവും ചെയ്യില്ല. സ്വന്തം പരിശ്രമം കൊണ്ട് വിദ്യാഭ്യാസം കൈവരിച്ചാൽ തന്നെ ജോലിയൊന്നും കിട്ടില്ല. വലിയ സ്വപ്നങ്ങൾ കാണുന്നത് എന്തിനാണ്? നല്ലത് ക്ഷമയോടെ കാത്തു കുത്തിയിരുന്ന് പതുക്കെ ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. എന്തിനാണ് ഇവിടെ വന്നത്? അവിടെ കണ്ട് ഒരു ഗ്രാമമൂപ്പനോട് ഞാൻ ചോദിച്ചു. കരണ്ടിൻ്റെ കാര്യത്തിനാ. ഞങ്ങളുടെ ബൻസിപ്പൂർ ഗ്രാമത്തിൽ ദിവസം 1 മണിക്കൂർ നേരത്തേക്ക് വൈദ്യുതി കിട്ടൂ. വെള്ളം പമ്പ് ചെയ്യാനൊന്നും അതുകൊണ്ട് പറ്റില്ല. 2 മണിക്കൂറെങ്കിലും കിട്ടണമെന്ന് ആവശ്യപ്പെടണം. അത്രയേ ഉള്ളു കാര്യം. 24 മണിക്കൂറിനിടയ്ക്ക് 3 മണിക്കൂർ വൈദ്യുതി കിട്ടണം. അത്രയേ ഉള്ളൂ.
ഈ മനുഷ്യന്റെ ആവശ്യം. അതിനു പോലും സ്വന്തം നേതാക്കളെ കാണാൻ തൊഴുതു പിടിച്ചു കാത്തു നിൽക്കണം. ഇതുപോലെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുണ്ടാവണം. ഞാൻ മനസ്സിലോർത്തു. ഔറംഗസേബ് റോഡിലെ സൂഷി പാർട്ടികളിൽ പങ്കെടുക്കുന്നവരെക്കാളും എത്രയോ കൂടുതൽ. പാറിയെത്തിയ ഒരു ഈച്ചക്കൂട്ടത്തെ ഞാൻ കൈവീശി അകറ്റി. പങ്കജ് അടുത്തേക്ക് വന്നു. വരൂ, അങ്ങ് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഓഞ്ച സാറിന് ഇഷ്ടമാവുന്നില്ല, പങ്കജ് പറഞ്ഞു. ശരിക്കും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓഞ്ച ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയ്യോ, അങ്ങ് വെറും നിലത്താണോ ഇരിക്കുന്നത്? അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. മറ്റെല്ലാവരെയും പോലെ, ഞാൻ പറഞ്ഞു. അയാൾ ചുറ്റുമൊന്ന് നോക്കി. ഇനി എന്തായാലും മതി മാധവ്ജി, അകത്തേക്ക് വരൂ. ഞങ്ങൾ MLAയുടെ സ്വീകരണ മുറിയിൽ ഇരുന്നു. അയാളുടെ ഭാര്യ ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നു. അങ്ങേക്ക് നേരെ അകത്തു കയറി വന്നാൽ മതിയായിരുന്നു, ഓഞ്ച പറഞ്ഞു. എനിക്ക് പ്രത്യേക പരിഗണന തരുന്നു എന്ന് അവിടെ ഇരിക്കുന്ന ഗ്രാമക്കാർക്ക് തോന്നണ്ട എന്ന് കരുതി. ഡുംബ്രാവിലെ രാജകുമാരനെ ഞാൻ നിലത്തിരുത്തിയെന്നാവും ഇപ്പോൾ ഗ്രാമക്കാരുടെ പരാതി. അവർക്ക് ന്യായത്തെക്കാൾ വലുത് നിലയും വിലയുമാണ്. അതിരിക്കട്ടെ, എന്തിനാ വന്നത്? ഞങ്ങളുടെ സ്കൂളിന് സഹായം വേണം. പിന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ വെള്ളമെടുക്കാനുള്ള ഹാൻഡ് പമ്പും. സ്കൂളിൻ്റെ കാര്യം പറയുന്നത് മനസ്സിലാക്കാം. ഓഞ്ചയുടെ പുരികം തെല്ലൊന്നുയർന്നു. പക്ഷെ ഗ്രാമത്തിൽ പമ്പോ? അതെ, ആംവായിൽ. എന്താ രാജ്കുമാർജി, സാമൂഹ്യ സേവനത്തിനിറങ്ങുകയാണോ അതോ രാഷ്ട്രീയത്തിലേക്കോ? രണ്ടുമല്ല. ആംവ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വെള്ളം പിടിക്കാൻ 2 കിലോമീറ്റർ നടക്കണം. അതുകൊണ്ട് അവരെ സ്കൂളിൽ വിടുന്നില്ല. കുറച്ച് ഹാൻഡ് പമ്പ് സ്ഥാപിച്ചാൽ കുട്ടികൾ സ്കൂളിൽ വരും. ഓ, അത് ശരി. ഓറഞ്ച് ജ്യൂസ് കുടിച്ചു തീർത്തുകൊണ്ട് MLA പറഞ്ഞു. ഈശ്വരൻ തുണച്ചു. അയാൾ പൊട്ടിച്ചിരിച്ചു. എനിക്ക് കാര്യം പിടികിട്ടിയില്ല. അന്ന് രാഷ്ട്രീയത്തിറങ്ങിയാൽ പിന്നെ എൻ്റെ കഞ്ഞികുടി മുട്ടും. അയാൾ ഉറക്കെ ചിരിച്ചു. ആ പേടി വേണ്ട, ഞാൻ അതിന് വരില്ല. പിന്നെ സ്കൂളിനും വേണം സഹായം. അറിയാം, റാണി സാഹിബ പറഞ്ഞിരുന്നു. അറ്റകുറ്റപ്പണികൾക്ക് ലക്ഷങ്ങൾ വേണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സർക്കാർ വക സ്കൂളാണല്ലോ. പക്ഷെ ഇവിടുത്തെ കുട്ടികൾക്ക് ഇതേ ആശ്രയമുള്ളൂ. വല്ലതും കഴിക്കുന്നോ? എൻ്റെ ഭാര്യ പക്കോറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വേണ്ട എന്ന് തലയാട്ടി. സ്കൂളിന് വല്ല സഹായവും താങ്കൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഓഞ്ച കൈപൊക്കി ഇടപെട്ടു. രാജ്കുമാർജി, എന്നെ മാധവ് എന്ന് വിളിച്ചാൽ മതി. ശരി മാധവ്ജി. എൻ്റെ MLA ഫണ്ട് കാര്യമായൊന്നുമില്ല. റോഡുകൾ നേരെയാക്കണം, വൈദ്യുതി ശരിയാക്കണം, ഹാൻഡ് പമ്പ് സ്ഥാപിക്കണം. സത്യത്തിൽ ഇപ്പോൾ തന്നെ കാശൊക്കെ തീർന്നിരിക്കുകയാ. വിദ്യാഭ്യാസ മന്ത്രിയുമായി ഒന്ന് ബന്ധപ്പെട്ടാലോ? ഓഞ്ച ചിരിച്ചു. അയാളുടെ മറുപടി ആ ചിരിയിലുണ്ടായിരുന്നു. ബീഹാർ അല്ലേ സ്ഥലം? അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ താങ്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഞാൻ കയ്യിൽ നിന്നും ചെറിയ സംഭാവന വല്ലതും തരണോ? ഒരു പാവം പിടിച്ച സർക്കാർ സേവകനാണേ. വേണ്ട, അതിനല്ല ഞാൻ വന്നത്. ഈ പ്രദേശത്തുള്ള ഒരേയൊരു സ്കൂളിന് ഇവിടുത്തെ സർക്കാർ പിന്തുണ നൽകേണ്ടതാണ് എന്ന് തോന്നി. ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ് താങ്കൾക്ക് വോട്ട് ചെയ്യുന്നത്. അത് ശരിയാണ്. പക്ഷേ അവരുടെ ആവശ്യം ഞാൻ കൂടുതൽ പ്രാധാന്യമുള്ള വേറെ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം എന്നതാണ്. ഞാൻ പോകാനായി എഴുന്നേറ്റു. പക്കോറ സ്വാദ് നോക്കണ്ട എന്നുറപ്പാണോ? ശുണ്ടി കയറി നിൽക്കുന്ന റാണി സാഹിബ അത്ര സുഖമുള്ള കാഴ്ചയല്ല. തീൻമേശയ്ക്ക് മുന്നിൽ അത്താഴത്തിനുള്ള പുലാവും റൈത്തയും കഴിക്കാനായി ഇരിക്കുകയാണ് ഞാൻ. അമ്മ മുന്നിൽ വന്ന് നിന്നു. ഇരിക്കൂ, ഞാൻ പറഞ്ഞു. എഴുന്നേൽക്ക്, അമ്മ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു. സത്യത്തിൽ ശാന്തത കുറച്ച് കൂടിപ്പോയതുപോലുണ്ട്. കയ്യിൽ പറ്റിയ വറ്റുകൾ കുടഞ്ഞിട്ട് ഞാൻ എണീറ്റു. എന്തുപറ്റി? ഞാൻ ചോദിച്ചു. സ്കൂളിന് വേണ്ട സഹായം ചെയ്യാൻ നിന്നെ സമ്മതിച്ചതു നേരാ. എന്നുവെച്ച് തോന്നിയതൊക്കെ കാട്ടാം എന്നല്ല. ഞാൻ എന്തു ചെയ്തെന്നാ? എന്നോട് ഒരു വാക്ക് മിണ്ടാതെ ആ അഹങ്കാരി MLAയെ കാണാൻ പോയോ? വല്ല സഹായവും കിട്ടിയാലോ എന്ന് കരുതി. മൂത്രപ്പുര പോലുമില്ലാതെ എത്ര കാലം സ്കൂൾ കൊണ്ടു നടക്കും? ആ ഓഞ്ച സഹായം ചെയ്യാനോ? അയാൾക്ക് ഈ രാജകുടുംബത്തെ നാണം കെടുത്തണം എന്നേയുള്ളൂ. അതെന്താ അങ്ങനെ? എന്നാലല്ലേ അയാൾക്ക് കേമത്തം നടിക്കാൻ പറ്റൂ. ഞാനൊന്നും മിണ്ടിയില്ല. ഇരിക്ക്, അമ്മ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും തീൻമേശയ്ക്ക് മുന്നിൽ അഭിമുഖമായി ഇരുന്നു. വിശാലമായ ഡൈനിങ് കം ലിവിംഗ് റൂമിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. അമ്മ കുറച്ച് പുലാവ് സ്വയം വിളമ്പിയെടുത്തു.
ആ, അയാൾ എന്താണ് പറഞ്ഞത്? അമ്മ ചോദിച്ചു. ഫണ്ടിൽ പണമൊന്നും ബാക്കിയില്ലത്രേ. കാരണം അതൊക്കെ അയാൾ വിഴുങ്ങി. അതുതന്നെ, അമ്മ പറഞ്ഞു. ചിലപ്പോൾ തോന്നും അന്ന് ആ ടിക്കറ്റ് വേണ്ടെന്ന് പറയണ്ടായിരുന്നു എന്ന്. എന്തു ടിക്കറ്റ്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അയാളുടെ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞതാ. അല്ലാതെ നമ്മുടെ കുടുംബത്തെ ഓൻഷ ഇത്രമാത്രം ഭയക്കുന്നത് എന്തിനാണെന്നാ കരുതിയത്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ? ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ, എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുമല്ല, ഈ അമ്മ പറയുന്നതൊക്കെ കേൾക്കാൻ ഡൽഹിയിൽ നിനക്ക് നേരമുണ്ടായിരുന്നോ? എൻ്റെ അമ്മേ, ഞാൻ പഠിക്കുകയായിരുന്നില്ലേ? അതോ ബാസ്കറ്റ് ബോളോ? ഒരു മുന്നറിയിപ്പില്ലാതെ ബാസ്കറ്റ് ബോളിനെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സ് ശൂന്യമായി. വല്ലപ്പോഴും വിളിക്കുമ്പോൾ പോലും നീ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എന്താണാവോ നിന്റെ മനസ്സ് പതറിച്ചത്? വല്ല പെണ്ണുങ്ങളുമാണോ? ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്താ മോനെ, അങ്ങനെ വല്ലതുമുണ്ടോ? അമ്മ ചിരിച്ചു. നീ ഒരു ഗേൾഫ്രണ്ടിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യം ഓർക്കാനേ വയ്യ. അമ്മേ, ആ റൈത്ത ഇങ്ങെടുക്കൂ, ഞാൻ പറഞ്ഞു. ആദ്യം അങ്ങനെ വല്ലവരും ഉണ്ടോ എന്ന് പറയടാ. ഞാൻ തലയാട്ടി. എന്താ? ആരുമില്ല. ഉറപ്പാണോ? പിന്നെ നീ എന്താ പെട്ടെന്നിങ്ങനെ മിണ്ടാതായത്? അമ്മ ബാസ്കറ്റ് ബോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിഷമം തോന്നി. എത്ര നാളായി ഒന്ന് കളിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ രാജ് ഹൈസ്കൂളിൽ പോയി കളിച്ചോ. അവിടെ ഇപ്പോഴും കളി നടക്കുന്നുണ്ട്. ഞാൻ സമ്മതഭാവത്തിൽ തലകുലുക്കി. സത്യം പറഞ്ഞാൽ നിനക്ക്? അമ്മ ഇടയ്ക്ക് വെച്ച് നിർത്തി. എനിക്ക്? ഓ, ഒന്നുമില്ല, പറയൂ. പറയാൻ വന്നത്, നിനക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടികളെ കളി പഠിപ്പിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അതിനു പറ്റിയ കോർട്ടൊന്നും നമുക്കില്ലല്ലോ. അതിനുള്ള പണവുമില്ല. എൻ്റെ ശബ്ദത്തിൽ നീരസം കലർന്നിരുന്നു. ശരിയാ, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു, അമ്മ പറഞ്ഞു. എന്തായാലും നീ കളിക്കാൻ പോണം. തലയൊന്ന് നേരെയാവട്ടെ. എൻ്റെ തലയ്ക്കൊരു കുഴപ്പവുമില്ല. അമ്മയോട് തർക്കുത്തരം പറയുന്നത് കേട്ടില്ലേ? തല ശരിയായിരുന്നെങ്കിൽ നീ ആ MLA അടുത്ത് പോവുമോ? അതുകൊണ്ട് കാര്യം നടന്നാലോ എന്നേ ഞാൻ ആലോചിച്ചുള്ളൂ. മതി, ഇനി ഭക്ഷണം കഴിക്ക്. ഞാൻ വെറുമൊരു 10 വയസ്സുകാരനാണ് എന്ന മട്ടിലാണ് അമ്മയുടെ പെരുമാറ്റം. തമാശ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് നിന്നു കൊടുക്കുകയും ചെയ്യും.